نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ ആയാത്ത് ഈ പദങ്ങൾ 84 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ദൃഷ്ടാന്തങ്ങൾ. ഓരോ ദൃഷ്ടാന്തങ്ങളും നമ്മെ ഉണർത്തുന്ന കാര്യങ്ങളാണ്. അതിൽ ഒരു ദൃഷ്ടാന്തമാണ് ഞാൻ ഓതിവെച്ച സൂറത്ത് റൂമിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വമിൻ ആയാത്തിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, മനാമുക്കും, നിങ്ങളുടെ ഉറക്കം. ഉറക്കം എന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. മനാമുക്കും ബില്ലൈലി വന്നഹാർ, രാത്രിയിലും പകലിലുമുള്ള നിങ്ങളുടെ ഉറക്കം അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഉറക്കമെന്ന ദൃഷ്ടാന്തവും നമ്മളിൽ ചില ഉണർത്തലുകളാണ് ഉണ്ടാക്കേണ്ടത്. എന്താണ് പരിശുദ്ധ ഖുർആൻ ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞത്? ഒരു വലിയ അനുഗ്രഹമായിട്ട് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ചെറിയ സൂറത്തുകളിൽ, സൂറത്ത് അമ്മയിൽ അല്ലാഹു പറഞ്ഞു, ഈ ഭൂമിയുടെ സൃഷ്ടിപ്പ്, ആകാശത്തിന്റെ സൃഷ്ടിപ്പ്, ഇതൊക്കെ വളരെ വലിയ വലിയ കാര്യങ്ങളാണ്. ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയുന്നിടത്താണ് അല്ലാഹു പറഞ്ഞത്, വജഅൽനാ നൗമക്കും സുബാത, നിങ്ങളുടെ ഉറക്കിനെ നാം നിങ്ങൾക്ക് ഒരു വിശ്രമമാക്കി തന്നിരിക്കുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, ഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസൻ വന്നൗമ സുബാതൻ, രാത്രിയെ നിങ്ങൾക്ക് വസ്ത്രമാക്കുകയും ഉറക്കിനെ നിങ്ങൾക്ക് അവൻ വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. ഒന്ന് നന്നായി ഉറങ്ങിയാൽ ഒരു ഉന്മേഷമുണ്ടാകും. ഉറക്കം കിട്ടുന്നില്ല എന്ന് പലർക്കും പരിഭവങ്ങളും പരാതികളുമാണ്. നന്നായി ഒന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്.
ഉറങ്ങുക എന്നത് അല്ലാഹു തആല മനുഷ്യരുടെ ജീവിതത്തിന്റെ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിന് നിശ്ചയിച്ചു വച്ചിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ഇത്ര സമയം ഉറങ്ങണമെന്ന് പറഞ്ഞാൽ ആ സമയം ഒരു മുസ്ലിം ഉറങ്ങിയിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചില സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. വളരെ വലിയ പ്രതിസന്ധികളെ നേരിട്ട സന്ദർഭത്തിൽ, വളരെ വലിയ വിഷമങ്ങളെ നേരിട്ട സന്ദർഭത്തിലൊക്കെ ഒരു ഉറക്കം കൊടുത്തപ്പോൾ വളരെ ഉഷാറായതാണ് അല്ലാഹ് പറയുന്നത്. ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ആദ്യകാല മുസ്ലിമീങ്ങൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. മാനസികവും ശാരീരികവുമായ വലിയ ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു ബദർ. ആ ബദർ യുദ്ധത്തെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് യുഅശീകുമുൻ നുആസ അമനതം മിൻഹു. അല്ലാഹു തന്റെ പക്കൽ നിന്നുള്ള മനഃശാന്തിയുമായി നിങ്ങളെ നിദ്രാമയക്കം കൊണ്ട് ആവരണം ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കണം. വലിയ അനുഗ്രഹം. നിങ്ങൾക്ക് മനഃശാന്തിക്ക് വേണ്ടി നിങ്ങൾക്ക് രാത്രിയിൽ ഒരു മയക്കം, ഒരു ഉറക്കം അല്ലാഹ് തന്നു. അത് നിങ്ങൾ ഓർക്കണം എന്നുള്ള പറയുന്നുണ്ട്. അങ്ങനെ അവര് നന്നായി ഒന്ന് ഉറങ്ങി. കാരണം അപ്പുറത്ത് 3 ഇരട്ടി അംഗബലമുള്ള വലിയ സൈന്യമാണ് നേരിടാൻ പോകുന്നത്. ദുർബലരായ കുറച്ച് ആൾക്കാരപ്പുറത്തുള്ളത്. അവർക്കന്ന് രാത്രി അള്ളാഹു നന്നായിട്ടൊരു ഉറക്കം കൊടുത്ത ഒരു വലിയ അനുഗ്രഹമായിരുന്നു. പിറ്റേ ദിവസം അവർക്ക് ഉഷാറായിട്ട് ആ യുദ്ധത്തിനെ നേരിടാൻ കഴിഞ്ഞു. ഉഹദിനെ കുറിച്ച് പറഞ്ഞിടത്തും അള്ളാഹു പറഞ്ഞു, സുമ്മ അൻസല അലൈക്കും മിൻ ബഅദിൽ ഗമ്മി അമനതൻ നുആസൻ. ആലു ഇംറാനിലെ 154-ാമത്തെ ആയത്ത് അള്ളാഹ് പറയാണ്, ഉഹദിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായി. ഉഹദിന്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്പെയ്ത്തുകാരെ നിർത്തിയിടത്ത് നിന്ന് അവർ സ്വയം ഇറങ്ങി വന്നു. അങ്ങനെ തിരിച്ചടിക്കുക അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു തിരിച്ചടിയിൽ ആകെ പതറിപ്പോയി മുസ്ലിം സൈന്യം. അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് വലയം ചെയ്തിട്ട് പിന്നീട് ആ രംഗത്തെ ശാന്തമാക്കുന്ന ഒരവസ്ഥ പറയുന്നുണ്ട്. അവിടെ അള്ളാഹ് പറയാണ്, സുമ്മ അൻസല അലൈക്കും മിൻ ബഅദിൽ ഗമ്മി. അങ്ങേയറ്റത്തെ ദുഃഖം അവർക്കുണ്ടായി. ആ ദുഃഖവും വിഷമത്തിനു ശേഷം അവർക്ക് നിർഭയത്വമായ ഒരു മയക്കം അള്ളാഹു കൊടുത്തു എന്നാണ്. അതോടുകൂടി അവർ ഉഷാറായി. ആ യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന്, അതിനെ നഷ്ടത്തിൽ നിന്നെല്ലാം അവർ മോചിതരായി എന്നാണ് പറഞ്ഞു വന്നത്. വലിയ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമുക്കൊരു ഉറക്കം എന്ന് പറയുന്നത് അതൊരു സമാധാനവും നിർഭയത്വവും നൽകുന്ന കാര്യമാണ് എന്നാണ് അല്ലാഹു തആല ഖുർആനിലൂടെ വിശദീകരിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഉറക്കം ഒരു അനുഗ്രഹമാണ്. അസ്ഹാബുൽ കഹ്ഫ്, എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന കഹ്ഫ് സൂറത്തിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുന്നുണ്ട്. അവർ വലിയ പ്രതിസന്ധിയിലായിരുന്നു. അള്ളാഹനെ മാത്രം ആരാധിച്ച് ജീവിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. ആ നാട് വിട്ട് അവർ പോന്നു. ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാർ നാട് വിട്ടു പോന്നു. അങ്ങനെ അള്ളാഹു അവരെ ഗുഹയിൽ അവർ അഭയം പ്രാപിച്ചപ്പോ, അവർ അള്ളാഹിനോട് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹ് പറയാണ് അവർക്ക് അള്ളാഹ് പറയാണ് അവരെ നാം ആ ഗുഹയിൽ ഫിൽ കഹ്ഫി സിനീന അദദ, വർഷങ്ങളോളം നാം അവരെ ആ ഗുഹയിൽ ഉറക്കിക്കിടത്തി എന്നാണ്. ലറബിന അല ആദാനി എന്ന് പറഞ്ഞാൽ ചെവി അടച്ചു എന്നാണ്. ചെവി അടക്ക എന്ന വാക്കാണ് ഉറക്കി എന്നതിനെ അള്ളാഹ് പ്രയോഗിച്ചത്. ലറബിന അല ആദാനിഹി എന്ന് പറഞ്ഞാൽ അവരെ ചെവികളെ അടച്ചു കളഞ്ഞു എന്നാണ്. എന്നാൽ ഉറങ്ങണമെങ്കിൽ നിശബ്ദമായ ഒരു അന്തരീക്ഷം വേണം. നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിലല്ലാതെ ഉറക്കം കിട്ടൂല. ശബ്ദബഹളമായ ഒരു അന്തരീക്ഷത്തിൽ ഉറങ്ങാൻ കഴിയില്ല. അസ്ഹാബുൽ കഹ്ഫിന് അള്ളാഹു തആല പറയാണ് അവരെ ചെവിയെ നാം അടച്ചവരെ ഉറക്കിക്കളഞ്ഞു. കൊല്ലങ്ങളോളം അവർ ഉറങ്ങിയതാ. അള്ളാഹ് കൊടുത്തൊരു വലിയ അനുഗ്രഹമായിട്ടാണ് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നന്നായി ഉറങ്ങാൻ കഴിയണം. മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തുന്നവരായി നമ്മൾ മാറരുത്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ആൾക്കാരെ ഉറങ്ങാത്തവരായി, ഉറക്കാൻ സാധിക്കാത്തവരായി, നമ്മൾ സാധാരണ കൊതുകിനെ കുറിച്ച് പറയുന്ന പോലെ ഉറങ്ങുകയുമില്ല മറ്റുള്ളവരെ ഉറക്കുകയുമില്ല എന്നൊക്കെ പറയുന്ന പോലെ ചില മനുഷ്യന്മാര് കൊതുകിന്റെ മാതിരി ആവാറുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഉദാഹരണമായി എടുത്തു പറഞ്ഞൊരു ജീവിയാണത്. അള്ളാഹുവിന് അങ്ങനെയൊന്നും ഉദാഹരണങ്ങൾ പറയാൻ ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊലതൻ വമാ ഫൗഖഹ. പലരും അങ്ങനെയാണ്. കുടുംബത്തിൽ സഹോദരങ്ങളെ, എന്ത് നമുക്കുണ്ടായിട്ട് എന്താ കാര്യം? കുറെ സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, നല്ല വീടുണ്ട്, AC ഉള്ള റൂമുണ്ട്, നല്ല മെത്തകളുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഉണ്ടാക്കിയ വീടുണ്ട്. പക്ഷെ ഉറങ്ങാൻ പറ്റണില്ല പേരില്. എന്നും പ്രശ്നമാണ്. ഇത് മുഴുവനും വെറുതെയായി. ഈ സമ്പത്ത് മുഴുവനും വെറുതെയായി. നമ്മൾ ചിലവഴിച്ചത് മുഴുവനും വെറുതെയായി. ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പ്രയാസാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഒരാളെയും ഉറക്കം കെടുത്തുന്നവരായി നമ്മൾ മാറരുത്. നമ്മളെ ഭാര്യയ്ക്ക് ഉറക്കം കിട്ടുന്നില്ല, നമ്മളെ പെരുമാറ്റം കൊണ്ട്, സ്വഭാവം കൊണ്ടാണ് ഉറങ്ങിയിട്ട് കുറെ നാളായത്. ചില ഭർത്താക്കന്മാർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. റസൂല പറയാണ്, ഒരു രാത്രി
പെണ്ണിന്റെ പെരുമാറ്റം കൊണ്ടോ സ്വഭാവം കൊണ്ടോ ഭർത്താവിന്റെ ഉറക്കം പോയാൽ പുലരുന്നത് വരെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുന്ന, മലക്കള ശാപം അള്ളാന്റെ ശാപാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉറക്കം എന്നത് ഒരു മനുഷ്യന് അനിവാര്യമായ കാര്യമാണ്. അത് ദൃഷ്ടാന്തമാണ്. ഉൾക്കൊള്ളാനും പഠിക്കാനും പാഠങ്ങളുണ്ട്. മറ്റൊരു കാര്യം, മരിക്കാനുള്ള ട്രെയിനിങ് ആണ് ഉറക്കം. മരണത്തിനുള്ള ട്രെയിനിങ് ആണ് ഉറക്കം. എന്നും പരിശീലനം തരികയാണ്. എല്ലാ ദിവസവും ഒരു മനുഷ്യന് അള്ളാഹ് പരിശീലനം കൊടുക്കുക. എന്തിന്? മരിക്കാൻ. കാരണം ഉറക്കം ഒരു മരണമാണ്. ഇന്ന് രാവിലെ നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ആദ്യമായി പറഞ്ഞ അൽഹംദുലില്ലാ എന്നാ. അതെന്തിനായിരുന്നു? അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. മരിപ്പിച്ചതിന് ശേഷം എന്നെ വീണ്ടും ജീവിപ്പിച്ച പടച്ചോനെ, നിനക്കാണ് സർവസ്തുതിയും എന്നാ നമ്മൾ പറഞ്ഞത്. സഹോദരങ്ങളെ, ഉറക്കം ഒരു ബോധത്തോടെ ആയിരിക്കണം. എങ്ങനെയെങ്കിലും ഉറങ്ങാനല്ല റസൂൽ പഠിപ്പിച്ചത്. റസൂലുള്ളാഹിന്റെ ഉറക്കം നോക്കൂ നിങ്ങൾ. റസൂലുള്ള ചൊല്ലിയ ദിക്റുകൾ നോക്കൂ നിങ്ങൾ. ഉറക്കം മരിക്കാനുള്ള ഒരു ട്രെയിനിങ്, പരിശീലനമാണ്, ബോധത്തോടുകൂടി. എന്താ നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ? എപ്പോഴാ ഉറങ്ങി? എപ്പോഴോ ഉറങ്ങി. എപ്പോഴാ ഉണർന്നത്? എപ്പോഴോ ഉണർന്നു. അല്ലെ? ഇങ്ങനെയാണ്. അങ്ങനെയല്ല ഉറങ്ങേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കം നോക്കൂ നിങ്ങൾ. ഉളു ഉണ്ടാക്കി വന്നു, ഉളു ചെയ്ത് വന്നു. എന്നും ഉറങ്ങാൻ വരുമ്പോൾ അത് മരിക്കാനാണ്, മരിക്കാൻ പോവുകയാണ്. അങ്ങനെ ഖുർആനും പറഞ്ഞത്. ഉളു ചെയ്യണം. വലിയ അശുദ്ധിയാകണമെങ്കിൽ പരമാവധി കുളിച്ചിട്ട് തന്നെ കിടക്കുക. സുബഹിക്ക് മുമ്പ് കുളിച്ചാൽ മതി, സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് കുളിക്കണം. എന്നാലും വലിയ അശുദ്ധി പോലും, ചെറിയ അശുദ്ധി പോലും ശുദ്ധാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അശുദ്ധി ശുദ്ധാവണ്ടേ? കുളിച്ചിട്ട് കിടക്കണം, ഉളു ചെയ്ത് വരണം. നമ്മളെ സ്ത്രീകൾ പോലും മതത്തെക്കുറിച്ച് ബോധമില്ലാത്തൊരു സമൂഹം വളർന്നു വരണത്. എന്തായാലും നമ്മളൊക്കെ കഴിഞ്ഞ തലമുറന്റെ അവസ്ഥ? നമ്മളൊക്കെ വളർന്നു, നമ്മളൊക്കെ വളർത്തി. പല സ്ത്രീകളും പറയാം, മക്കളോട് പറയും മൂത്രമൊഴിച്ച് വന്ന് കിടക്കുന്ന അറിയും, ബാത്റൂമിൽ പോയി വന്ന് കിടക്കുന്ന അറിയും, അല്ലെങ്കിൽ മൂത്രമൊഴിപ്പിച്ച് കിടക്കുന്നു പറയും. എന്നാലും ഒളുണ്ടാക്കി വന്ന് കിടക്കുന്നു പറയില്ല. നോക്കൂ നിങ്ങൾ, ഒളുണ്ടാക്കി വന്ന് കിടക്കുകയെന്ന് മക്കളോട് പറയണം ഉമ്മമാര്. അങ്ങനെ വളർത്തണം. ഒളുണ്ടാക്കി വരാൻ വേണ്ടി പറയണം. ഉളുക് ചെയ്ത് വന്നു, അവിടെ ഇരുന്നു. എന്നിട്ട് ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും ഒക്കെ ചൊല്ലി, ആയത്തുൽ കുർസി ഓതി, ആലുംറ ആമന റസൂൽ ഓതി, ഫാത്തിഹ ഒരു തവണ ഓതി, ഖുൽഹുവല്ലാഹു അഹദ് 3 വട്ടം ഓതി, ഖുൽയാൽ കാഫിറൂൻ ഒരു തവണ ഓതി. എന്നിട്ട് ആദ്യം കയ്യിൽ ഊതിയിട്ടുണ്ടെങ്കിൽ ആ കൈകൊണ്ട് തല മുതൽ കാല് വരെ തടവി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കിടക്കുകയാണ്. എങ്ങനെ കിടക്കണത്? ചെരിഞ്ഞ് കിടക്കുകയാണ്. ഹദീസിൽ കാണാം, വലത് കൈ കവിളിൽ വെച്ച് കാല് മുന്നിലേക്ക് മടക്കി, കാല് രണ്ട് മുന്നിലേക്ക് മടക്കിയിട്ട് ചെരിഞ്ഞ് കിടന്നു. റസൂലുള്ള കിടന്നതാ, മരിക്കാനുള്ള കിടത്തം. അല്ലെ? എങ്ങനെ ഒരു മുഅ്മിൻ അങ്ങനെ കിടക്കണം? പലരും എങ്ങനെ കിടക്കാന്ന് വെച്ചാൽ ഈ തവള ലോറി കുടുങ്ങിയ മാതിരി എങ്ങനെ കമന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് തലയണ അങ്ങനെ ഒന്നിച്ചു പിടിച്ചാലേ ചിലക്കാർക്ക് ഉറക്കം കിട്ടുള്ളൂ. ഒരു മുസ്ലിമിന്റെ ഉറക്കം അങ്ങനെയല്ല. മുസ്ലിം ഉറങ്ങേണ്ടത് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കൈ കവിളിൽ വെച്ച് കാല് മുന്നിലേക്ക് മടക്കി വെച്ചിട്ട് കിടന്നു. എന്നിട്ട് ഒരു ആയത്ത് അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ആയത്തുണ്ട്, സൂറത്ത് സുമറിലെ 42-ാമത്തെ ആയത്ത്. ആ ആയത്തിന്റെ ജവാബ് പറഞ്ഞു. എന്താണ് ആയത്ത്? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. മരിക്കുന്ന സമയത്ത് നിങ്ങൾ ആത്മാവിനെ പൂർണ്ണമായും പിടിച്ചെടുക്കുന്ന അല്ലാഹയാണ്. വല്ലത്തിലും തമുത്തു ഫീ മനാമിഹ. അല്ലാത്തവരിൽ നിന്ന് ഉറക്കിന്റെ സമയത്തും ആത്മാവിനെ പിടിച്ചെടുക്കുന്നതിന് അല്ലാഹയാണ്. ഫയുംസികുല്ലത്തി ഖളാ അലൈഹിൽ മൗത്ത്. ആരുടെയൊക്കെ മരണം വിധിച്ചുവോ അവരിൽ നിന്ന് പൂർണ്ണമായും പിടിച്ചു വെക്കും. വയുംസികുൽ ഉഖ്റാ ഇലാ അജലി മുസമ്മ. മറ്റു ചിലരിലേക്ക് കുറച്ചു കാലത്തെ അവധിക്കു കൂടി രണ്ടാമതും പറഞ്ഞയക്കും. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ. ഈ ഉറക്കം ദൃഷ്ടാന്തമാണ്. ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമാണ്. അല്ലാഹ് പറയാ, സഹോദരങ്ങളെ, നമ്മൾ മരിച്ചിട്ട് എഴുന്നേറ്റതാണ്. രാത്രി അല്ലാഹു തആല ആത്മാവിനെ, അല്ലാഹ് ഖുർആനിൽ പറയാണ്, നമ്മളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ജീവിതവും മരണവും ഒക്കെ നിർണ്ണയിക്കുന്ന അല്ലാഹയാണ് പറയണത്. രാത്രി ഉറക്കത്തിൽ ആത്മാവിനെ പടച്ചോൻ പിടിക്കുകയാണ്. വയുർസിലുൽ ഉഖ്റ. മറ്റ് ചിലരിലേക്ക് വീണ്ടും. ചില ആൾക്കാർ ഉറങ്ങിയിട്ട് പിന്നെ നീക്കൂല, കാരണം ആത്മാവിനെ അല്ലാഹ് പിടിച്ചു വെച്ചു, പിന്നെ കൊടുക്കണില്ല. അതാണ് ഉറക്കത്തിൽ മരിച്ചത്. ചില ആൾക്കാരിലേക്ക് ഉഹറയിലേക്ക്, മറ്റു ചിലരിലേക്ക് വീണ്ടും അയക്കും. ആ ഉഹറയിൽ പെട്ടവരാ നമ്മൾ. അതുകൊണ്ടാണ് ഇന്നിപ്പോ നമ്മളിവിടെ ഇരിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയിട്ട് അഥവാ മരിച്ച് രണ്ടാമതും എഴുന്നേൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ താടക്ക് കൊടുത്തിട്ട് റസൂൽ പറയും,
അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹ്യ, ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു പടച്ചോനെ നിന്റെ നാമത്തിൽ. അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തുബഅസു ഇബാദക്, നിന്റെ അടിമകളൊക്കെ നീ എഴുന്നേൽപ്പിക്കുന്ന ദിവസം നിന്റെ ശിക്ഷയിൽ നിന്നെ കാക്കു പടച്ചോനെ. നേരത്തെ പറഞ്ഞ ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലിയിട്ട് പിന്നെ നബി ഇങ്ങനെ കിടന്നിട്ട് ഈ ഭാഗം വലതുഭാഗം ബിസ്മിക റബ്ബി, അതാണ് ഞാൻ പറഞ്ഞ ഈ സൂറത്ത് സുമറിൽ ആയത്തിന്റെ ജവാബ്. ബിസ്മിക റബ്ബി വദഅതു ജംബി, പടച്ചോനെ നിന്റെ നാമത്തിൽ എന്റെ ഈ പാർശ്വഭാഗം ഞാൻ വെച്ചു. വദഅതു ജംബി, അത് കിടന്നിട്ടാ ചെല്ലേണ്ടത്, അതുകൊണ്ടാ വദഅതു ജംബി, എന്റെ ഈ ഭാഗം ഞാൻ വെച്ചു. വബിക അർഫഉ, പടച്ചോനെ ഈ തടി ഇവിടുന്ന് നീ എഴുന്നേൽപ്പിക്കണം, അല്ലാതെ എഴുന്നേൽക്കൂല. വബിക അർഫഉ, നീയാണ് റബ്ബേ ഈ തടി ഉയർത്തുക, ഞാനിതാ വെച്ചിരിക്കുന്നു. വൈൻ അംസക്ത നഫ്സി, ഈ ഉറക്കിൽ എന്റെ ആത്മാവിനെ നീ പിടിക്കുകയാണെങ്കിൽ, ഞാൻ മരിക്കുകയാണെങ്കിൽ ഫർഹംഹ, എന്നോട് നീ കാരുണ്യം കാണിക്കുക പടച്ചവനെ. ഈ മരണം ഞാൻ മരിക്കാൻ പോണെ, എന്റെ ആത്മാവിനെ നീ പിടിച്ചെടുക്കുകയാണ്, ഇത് തരൂലെന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ, ഞാൻ മരിക്കുകയാണെങ്കിൽ നീ എന്നോട് കാരുണ്യം കാണിക്കുക പടച്ചവനെ. വൈൻ അർസൽതഹ, ഇനി അതല്ല വീണ്ടും നാളെ ജീവിക്കാൻ എനിക്ക് നീ അവസരം തരികയാണെങ്കിൽ, ആ റൂഹിനെ എനിക്ക് നീ തിരിച്ചു തരികയാണെങ്കിൽ ഫഹ്ഫദ്ഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, നല്ല സ്വാലിഹീങ്ങളായ അടിമകളെ കൂട്ടത്തിൽ എന്റെ ആത്മാവിനെ നീ കാക്കണം പടച്ചോനെ. വഴിതെറ്റിപ്പോകാതെ ഇനി അവസാനത്തെ ഉറക്കം ഉറങ്ങണത് വരെ നീ എന്നെ കാക്കണം പടച്ചോനെ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടാണ് സഹോദരങ്ങളെ കിടന്നത്. മഹാനായ ഇബ്നു റളിയല്ലാഹു തആല അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കിടക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു. എന്താണ് പറയുക? അല്ലാഹുമ്മ ഖലഖ്ത നഫ്സി, നീയാണ് പടച്ചോനെ എന്റെ ഈ തടി പടച്ചത്. ഉറക്കിൽ ബെഡിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ പഠിക്കണം സഹോദരങ്ങളെ. അതാണ് മരിക്കാനുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞത്. എന്റെ ഈ തടി നീ പടച്ചതാണ് റബ്ബേ. അല്ലാഹുമ്മ ഖലഖ്ത നഫ്സി വഅൻത തവഫഹ, നീ തന്നെയാണ് ഈ തടിയെ മരിപ്പിക്കുക, ഇതിൽ ആത്മാവിനെ നീ തന്നെയാണ് ഊരിയെടുക്കുക. ലക മമാതുഹ വമഹിയാഹ, ഇതിന്റെ മരണവും ജീവിതമൊക്കെ നിന്റെ തീരുമാനം അനുസരിച്ചാണ് പടച്ചോനെ. ഇന്ന ഹയൈതഹ, ജീവിപ്പിക്കാൻ തന്നെയാണ് നിന്റെ തീരുമാനമെങ്കിൽ ഫഹ്ഫദ്ഹ, നീ എന്നെ കാക്കണം. ഫഇൻ അമത്തഹ, ഇനി അതല്ല നിന്റെ തീരുമാനം ഞാൻ മരിക്കണം എന്നാണെങ്കിൽ, ഈ ഉറക്കം ഞാൻ ഉണരൂലെന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ ഫഗ്ഫിർ ലഹ, എന്നോട് പൊറുക്കണം റബ്ബേ, എന്നോട് മാപ്പാക്കണം റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ, അല്ലാഹുവേ സ്വർഗപ്രവേശനം എന്ന ആഫിയത്ത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഓരോ പ്രാർത്ഥനകളും, ഉറങ്ങുന്ന സമയത്തുള്ള പ്രാർത്ഥനകളൊക്കെയും മരിക്കാനുള്ള ട്രെയിനിങ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സിദ്ദീഖുൽ അക്ബറിന് ഏറ്റവും അടുത്ത കൂട്ടുകാരനാ. അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന എന്താ അറിയോ? നീ ഉറങ്ങുമ്പോൾ ഇങ്ങനെ പറയണം. എങ്ങനെ? അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന, പടച്ചോനെ ഇത്രയും കാലം തീറ്റിയതും കുടിപ്പിച്ചതും നീയാണ് റബ്ബേ. അൽഹംദുലില്ലാ, നിനക്കെത്ര സ്തുതിയാണ്, സർവസ്തുതിയും നിനക്കാണ്. നീയാണ് എനിക്ക് അന്നം തന്നത്, നീയാണ് എനിക്ക് കുടിക്കാൻ തന്നത്. വകഫാന, എനിക്ക് വേണ്ടതൊക്കെ തന്നത് നീയാണ്. വആവാന, എനിക്ക് അഭയം നൽകിയതും നീയാണ്. ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുസ്വിയ, എത്ര ആൾക്കാരാണ് കാക്കാനും സംരക്ഷിക്കാനൊന്നും ആളില്ലാത്തത്ര മനുഷ്യന്മാരുണ്ട്. പടച്ചോനെ നീയാണ് എനിക്കെല്ലാം നൽകിയത്, അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുക. ഇത് ഉറക്ക ശൈലിയിൽ എത്തിയാൽ പറയണം എന്നാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റസൂൽ കടക്കുമ്പോഴുള്ള മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി, പടച്ചോനെ ഞാനിതാ നിന്നിലേക്ക് എന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉറക്കമാണ് സഹോദരങ്ങളെ ഇത് ബോധമില്ലാതെ ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴോ ഉറങ്ങി എപ്പോഴോ ഉണർന്നു എന്ന് പറയേണ്ടതല്ല. പടച്ചോനെ ഞാനിതാ എന്നെ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. വവജ്ജഹ്തു ഇലൈ വജ്ഹി ഇലൈക, എന്റെ മുഖം ഞാൻ നിന്നിലേക്ക് തിരിച്ചിട്ടുണ്ട്. വഅൽജഹ്തു ലഹ്രി ഇലൈക, എന്റെ മുതുകിനെ ഞാൻ നിന്നിലേക്ക് ചേർത്തിട്ടുണ്ട് പടച്ചോനെ. വഫവ്വദതു അംരി ഇലൈക, എന്റെ കാര്യങ്ങളെല്ലാം നിന്നിൽ ഞാൻ അർപ്പിച്ചിട്ടുണ്ട് പടച്ചോനെ. എന്റെ കാര്യങ്ങളൊക്കെ നിന്നിൽ ഞാൻ അർപ്പിച്ചിട്ടുണ്ട്. റഹ്ബത്തൻ വറഹ്ബത്തൻ ഇലൈക, നിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടും നിന്റെ നരകശിക്ഷയെ പേടിച്ചുകൊണ്ടും. ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, പടച്ച തമ്പുരാനെ നിന്നിൽ നിന്ന് നിന്നിലേക്കല്ലാതെ രക്ഷയോ ഒരു അഭയസ്ഥാനമോ ഇല്ല പടച്ചോനെ. നിന്നിലല്ലാതൊരു അഭയസ്ഥാനവും രക്ഷയില്ല പടച്ചോനെ. ആമൻതു ബി കിതാബിക്കല്ലദി അൻസൽത, നീ ഇറക്കിയ ഈ ഗ്രന്ഥം ഞാൻ പഠിക്കണവനാണ്. ഈ ഗ്രന്ഥത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. നബിയിക്കല്ലദി അർസൽത, നീ അയച്ച റസൂലിലും
ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് പടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ടാണ്, വിശ്വാസം ഊട്ടി ഉറപ്പിച്ച് ഏറ്റ് പറഞ്ഞുകൊണ്ടാണ് ഒരാള് രാത്രി കിടന്നുറങ്ങണത്. റസൂലുള്ള പറയാണ്, ഈ പ്രാർത്ഥന ഒരാൾ അവസാനമായി കിടന്നുറങ്ങിയാൽ പിന്നെ ഉണർന്നിട്ടില്ലെങ്കിൽ അവന് സ്വർഗ്ഗം ഉറപ്പാ. ഈ ഹദീസിന്റെ ബാക്കി അതാണ്. എന്ന് മാത്രമല്ല, എത്രമാത്രം ഒരുക്കുന്നത് നോക്കൂ നിങ്ങൾ. റസൂലുള്ള കിടക്കുമ്പം ഊതിയ സൂറത്തുകൾ ഏതൊക്കെയെന്നറിയോ? 1 സൂറത്ത് സജദ, 2 സൂറത്തുൽ മുൽക്ക്, 3 സൂറത്ത് ബനു ഇസ്രായേൽ, 4 സൂറത്ത് സുമർ. ഈ 4 സൂറത്തുകൾ ഓതിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ രാത്രി കിടന്നുറങ്ങാറുണ്ടായിരുന്നത് എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഉറക്കം ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ഉറക്കത്തെ അല്ലാഹു നമുക്ക് വിശ്രമമാക്കി വെച്ചിട്ടുണ്ട്. ആ ഉറക്കം കേവലം ഒരു ഭൗതിക ക്ഷീണത്തിൽ നിന്ന്, ഭൗതിക ലോകത്തെ തളർച്ചകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു ശരീരത്തിന്റെ ഒരു ഉത്തേജനം മാത്രമായി ഉറക്കത്തെ കാണാതിരിക്കുക, മറിച്ച് അതൊരു മരണത്തിന്റെ ട്രെയിനിങ് ആണ് എന്ന് അള്ളയും റസൂലും പറഞ്ഞ് അപ്പടി വിശ്വസിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങും ചെയ്യുക. എന്നും മരിക്കാൻ തയ്യാറെടുക്കുക. പല മരണങ്ങളും പല രൂപത്തിലാണ്. എൻ്റെ സുഹൃത്താണ് അനസ് മാസ്റ്റർ, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ ഹജ്ജിന് പോയിട്ട് അറഫയിൽ വെച്ച് ആള് മിസ്സായി. മയ്യത്ത് പോലും കിട്ടിയില്ല, മാസങ്ങളോളം. ഭാര്യയും കൂടിയാ പോയത്. അവസാനം ഭർത്താവില്ലാതെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോന്നു അവരുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കണം. ഹജ്ജിന് പോയതാ, ഭാര്യയും ഭർത്താവും കൂടി. 72 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം മക്കയിൽ കാണാതായി, കണ്ടില്ല, മിനയിലും കണ്ടില്ല. അവസാനം ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോരാൻ സമയമായപ്പോഴും അദ്ദേഹത്തെ കണ്ടെത്തിയില്ല. അവസാനം ഭാര്യ ഒറ്റക്ക് പോന്നു. കഴിഞ്ഞ 1-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് ജബലുർ റഹ്മയുടെ ഭാഗത്ത് നിന്ന് കണ്ടെത്തുകയും മോർച്ചറിയിലുണ്ട് എന്നറിയുകയും അദ്ദേഹത്തിന്റെ കുവൈത്തിലുണ്ടായിരുന്ന 2 മക്കള് മക്കയിലേക്ക് വന്നു. മക്കയിലേക്ക് വന്നിട്ട് മാസങ്ങളോളം വാപ്പയെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച ആൾക്കാരാണ്. വാപ്പയുടെ മയ്യത്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ്. അവസാനം കിട്ടി, മയ്യത്ത് കിട്ടി, തിരിച്ചറിഞ്ഞു. അവർ രണ്ടുപേരും കുവൈത്ത് നിന്ന് കുടുംബമായിട്ട് മക്കയിൽ വന്ന് അങ്ങനെ വാപ്പാന്റെ മയ്യത്ത് കണ്ട് തിരിച്ചറിഞ്ഞ് അവർ അപേക്ഷ കൊടുത്തു. മക്കയിലെ ജന്നത്തുൽ മഹല്ലയിൽ ഖബറടക്കാനുള്ള അനുവാദം കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് എംബസി പ്രകാരം അപേക്ഷിച്ച് അനുവാദം കിട്ടി. അങ്ങനെ മയ്യത്ത് ഖബറടക്കി. കഴിഞ്ഞ ബുധനാഴ്ച മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഹറമിൽ വെച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ മയ്യത്ത് നിസ്കാരം നടന്നു. രാത്രിയിൽ മയ്യത്ത് ഖബറടക്കി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കുവൈത്തിൽ നിന്ന് വന്ന 2 മക്കൾ, ഒരു മകനും ഭാര്യയും മക്കത്തന്നെ 2 ദിവസം കൂടി നിന്നു. ഒരു മകനും ഭാര്യയും അന്ന് രാത്രി അവർ തിരിച്ചുപോയി. ആ പോകുന്ന യാത്രയിൽ അപകടത്തിൽപ്പെട്ട് ആ മകൻ മരിച്ചു. അള്ളാഹു 2 പേർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. എങ്ങനെ നമ്മൾ മരിച്ചാലും, ഏത് രൂപത്തിൽ നമ്മൾ മരിച്ചാലും, രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഉരുൾപൊട്ടലുണ്ടായി, വീട് തകർന്നൊലിച്ചുപോയി, നമ്മൾ കിലോമീറ്ററുകളോളം ഒഴുകി ഛിന്ന ഭിന്നമായി കൈകാലുകൾ മുറിഞ്ഞ് നമ്മൾ എങ്ങനെ മരിച്ചാലും ശരി, രാത്രി പറഞ്ഞ ദിക്റും ദുആയൊക്കെ ചൊല്ലിയിട്ട് ഈമാൻ ഉറപ്പിച്ചിട്ട് ഒരു മനുഷ്യൻ കിടന്നുറങ്ങിയിട്ട് മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ പദവിയാണ്. 400ഓളം ആളുകളെ വയനാട്ടിൽ മയ്യത്ത് തിരിച്ചറിഞ്ഞു. 400 കുടുംബങ്ങളാണ്, സ്വപ്നങ്ങളാണ് ഒഴുകിപ്പോയത്, ഒന്നുമില്ലാതെയായി മാറിയത്, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത്. തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം, സ്വന്തം മക്കൾക്കും ബാക്കിയായവർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധം, ഒരു അടയാളവും ബാക്കിയാകാതെ ആ രൂപത്തിലുള്ള 31 മയ്യത്താണ് അവിടെ മറവ് ചെയ്തത്. 159 ശരീര അവയവങ്ങൾ, കഷ്ണങ്ങളാണ് മറവ് ചെയ്തത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇത് വയനാട്ടുകാർക്ക് മാത്രമുള്ളതായി കണ്ട അവർക്കല്ല, നമുക്കാണ് ഇതിൽ പാഠമുള്ളത്. ഓരോ ഉറക്കവും ഓരോ രാത്രിയും സഹോദരങ്ങളെ നമുക്ക് മരിക്കാനുള്ള ട്രെയിനിങ് ആണെന്ന് ഓർക്കണം. എന്നും രാത്രി നമ്മൾ ആത്മാവിനെ പിടിച്ചെടുക്കുന്ന റബ്ബ് ആ ആത്മാവിനെ നമുക്ക് തിരിച്ചു തന്നതുകൊണ്ട് നമ്മളിപ്പോൾ ജീവിക്കുന്നു. ഇനി നമുക്കൊരു മരണമുണ്ട്, ഒരു വിളിയെ നമ്മൾ കേൾക്കാണ്. ഏതു രൂപത്തിൽ, എവിടെ വെച്ച്, എങ്ങനെ നമുക്കറിയില്ല അറിയില്ല. അള്ളാഹു പറഞ്ഞു, അഫ അമിന അഹ്ലുൽ ഖുറാ അയ്യഅതിഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ഉറങ്ങിക്കൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ പരീക്ഷണം നിങ്ങൾക്ക് വന്നെത്തും.
നിങ്ങൾ നിർഭയരാണോ എന്ന് അള്ളാഹു ചോദിച്ചിട്ടുണ്ട്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ, മനോഹരമായൊരു ഉദാഹരണം. ഈ ദുനിയാവിന്റെ ജീവിതം കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ, നമ്മൾ ജീവിച്ച് തീർക്കുന്ന ഈ ജീവിതം ഉണ്ടല്ലോ, മോഹങ്ങളും ആഗ്രഹങ്ങളും പരിഭവങ്ങളും സ്വപ്നങ്ങളും ഒക്കെയായി നമ്മൾ ജീവിക്കുന്ന ഈ രാത്രിയും പകലുമുള്ള ഈ ആയുസ് ഉണ്ടല്ലോ, അല്ല പറയാ ആകാശത്ത് നിന്ന് പെയ്ത ഒരു മഴയെപ്പോലെ. അങ്ങനെ മഴ പെയ്തപ്പോ ഫഖ്തലത ബിഹി നബാതുൽ അർളി മിമ്മാ യഅകുലുൻ നാസു വൽ അൻആം, കാലികൾക്കും മനുഷ്യർക്കൊക്കെ ഭക്ഷിക്കാൻ പറ്റിയ വിധം ഈ ഭൂമിയിൽ നിന്ന് ചെടികൾ മുളച്ചു വന്നു, പുല്ലുകൾ മുളച്ചു. ഹത്താ ഇദാ അഹദത്തിൽ അർളു സുഹുറഫഹാ, അങ്ങനെ ഭൂമി അതിന്റെ അലങ്കാരം സ്വീകരിച്ചു. വസയ്യനത്, അത് ഭംഗിയുള്ളതായി മാറി. നല്ല പച്ചപ്പുള്ള കുന്നിൻ പുറങ്ങൾ, നല്ല താഴ്വരകൾ, ചുരം കയറി ചെന്നാൽ കാണുന്ന പച്ചപ്പുള്ള ഓരോ സ്ഥലങ്ങൾ, കുന്നുകൾ, ചെരുവുകൾ, പ്രദേശങ്ങൾ, ചെരുവിൻ പ്രദേശങ്ങൾ, അങ്ങനെ താഴ്വരകൾ, അതിലെ വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ സുന്ദരമായ ഒരു ഭൂപ്രദേശത്ത് അള്ളാഹ് വിശദീകരിക്കണം പരിശുദ്ധ ഖുർആനിൽ. ഈ ആയത്ത് നോട്ട് ചെയ്ത് വെക്കണം. അള്ളാഹ് പറയാണ് സുന്ദരമായ ഒരു ഭൂപ്രദേശം, ആ ഭൂപ്രദേശം അത് അലങ്കാരം സ്വീകരിച്ചു, അത് ഭംഗിയുള്ളതായി മാറി. അങ്ങനെ ആ നാട് പച്ചപ്പുള്ളതായി മാറി. അന്നഹും ഖാദിറൂന അലൈഹ, ആ നാട്ടുകാർ കരുതി ഞങ്ങൾക്കെല്ലാറ്റിനും കഴിവുള്ളവരാണ് എന്നവർ കരുതി. എല്ലാറ്റിനും ഞങ്ങളുടെ തോട്ടങ്ങൾ നശിച്ചു പോവുകയില്ല, ഞങ്ങളുടെ ഗ്രാമങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയില്ല, ഞങ്ങളെല്ലാറ്റിനും കഴിവുള്ളവരാണ് എന്നവർ വിചാരിച്ചു. അള്ളാഹ് പറയാണ് അതാഹ അംറുന ലൈലൻ ഔ നഹാറ, പകലിലോ രാത്രിയിലോ ഒരു സമയത്ത് നമ്മുടെ കൽപ്പനയതാ വരികയാണ്. ഫജഅൽനാ ഹസീദൻ, ആ പ്രദേശത്തെ ആകെ തുടച്ചു കളഞ്ഞു, ഒന്നുമില്ലാതെയാക്കി കളഞ്ഞു. കഅല്ലം തഗ്ന ബിൽ അംസി, ഇന്നലെ അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയാത്ത രൂപത്തിൽ. അള്ളാന്റെ കലാമ. കഅല്ലം തഗ്ന ബിൽ അംസി, ഇന്നലെ അങ്ങനെ ഒരു സ്ഥലം, ഒരു നാട്, ഒരു പ്രദേശം ഇല്ലായിരുന്നു എന്ന രൂപത്തിൽ അള്ളാഹു ആ നാടിനെ തുളച്ചു കളഞ്ഞു. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഇപ്രകാരം ആയത്തുകൾ വിശദീകരിച്ച് തരികയാണ് എന്ന് പറഞ്ഞാണ് സഹോദരങ്ങളെ ഈ ആയത്ത് അവസാനിക്കുന്നത്. നമുക്ക് പാഠമുണ്ട്, ചിന്തിക്കാൻ വകയുണ്ട്. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇനി ഒരു രാവോ പകലോ പ്രതീക്ഷിക്കാതിരിക്കുക. ഈ സമയത്ത് ഞാൻ മരിക്കുകയാണെങ്കിൽ തയ്യാറാണ് എന്ന ഈമാൻ കരുതി വെക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളെ മതത്തിൻ്റെ അടിത്തറ പഠിപ്പിക്കുന്നവരാണ് മദ്രസയിലെ അധ്യാപകർ. നമുക്കേറ്റവും പ്രിയപ്പെട്ടത് മതമാണ്. നമ്മളെ മക്കളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും മതമാണ്. നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയുന്ന മക്കൾ, നമ്മളെ മയ്യത്ത് കുളിപ്പിക്കാനും നമ്മളെ മയ്യത്ത് പരിചരിക്കാനും എത്ര കാലം നമ്മളുണ്ടാക്കിയ സ്വത്ത് അനുഭവിച്ച് അവർ ജീവിക്കുന്നുണ്ടെങ്കിലും അത്രയും കാലം ആ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളെ ഓർക്കുന്നു എന്നതാണ് ആ മക്കളിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സമ്പത്ത്. അത് അവർക്ക് മതപരമായ അടിത്തറ കൊടുക്കുന്നവരാണ് മദ്രസയിൽ അധ്യാപകർ. ആ അധ്യാപകരുടെ കൂട്ടത്തിൽ പലരും പ്രായമായവരാണ്. സേവനമാണ് അവർ ചെയ്യുന്നത്, മതത്തിൻ്റെ മേഖലയിൽ ചെയ്യുന്ന സേവനമാണ്. വളരെ ചുരുങ്ങിയ ശമ്പളമാണ് മദ്രസയിൽ പല അധ്യാപകർക്കും കിട്ടുന്നത്. അവരെ കൂട്ടത്തിൽ രോഗികളുണ്ട്, വീടുകളില്ലാത്തവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, പലരുമുണ്ട്. വളരെ ചെറിയ ശമ്പളത്തിൽ മക്കളെ പഠിപ്പിക്കുന്നവരാണ് മദ്രസയിൽ അധ്യാപകർ. അതുകൊണ്ട് അവർക്ക് ഒരു ക്ഷേമനിധി സംസ്ഥാന അടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തിൽ മൊത്തത്തിൽ സ്വരൂപിക്കുകയാണ്. ഒരുപാട് ആളുകൾ നമ്മളെ മതം പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, നമ്മളെ കുട്ടികളെ മതം പഠിപ്പിക്കുന്ന ആളുകൾക്ക്, ആ പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, വീടില്ലാത്തവർക്ക് വീട് വെക്കാനും, ഡയാലിസിസ് നടത്തുന്നവർ, ക്യാൻസർ രോഗികളൊക്കെ ആ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയുമൊക്കെ ഒരു സംഖ്യ നമ്മൾ ഇന്ന് സമാഹരിക്കുകയാണ്. സഹോദരങ്ങൾ, നമ്മളെ പള്ളിയിൽ നടക്കുന്ന ഇന്നത്തെ കലക്ഷൻ അതാണ്. അതുമായി എല്ലാ
എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുക. നമ്മളെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മദ്രസയിൽ ഇൽമ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് ഈ കാശ് എത്തുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സന്തോഷത്തോടെ നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു നല്ലൊരു വിഹിതം അവർക്ക് കൊടുക്കാൻ സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും സഹായികളും സഹകരിക്കുന്നവരുമാകാനുള്ള ഈമാൻ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കാൻ നമ്മളെ കയ്യിൽ അള്ളാഹു ഇത് തരണം. അള്ളാഹു നമ്മളെ മഈശത്തിന്റെ മാർഗത്തിൽ നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പള്ളിയിലെ പ്രധാനപ്പെട്ട നമ്മുടെ ഭാരവാഹിയായ മുഹമ്മദ് സാഹിബിന്റെ ഭാര്യയുടെ പിതാവ് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നു. 11 മണിക്കാണ് ജനാസ നമസ്കാരം നടന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു തആല ജന്നാത്തിൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ അല്ലാഹുമ്മ ഇർഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ വദറഖിൽ ഷഖാ വസൂഇൽ ഖളാ വശമാതത്തിൽ അഅദാ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുൽ ആഫിയതിക വഫുജാഅതി നിക്മതിക വജമീ സഹതിക യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.